വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇന്ത്യ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം കഴിഞ്ഞ് 78 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 78 വർഷത്തെ ചരിത്ര സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയെ നമുക്ക് ഒരു ജനാധിപത്യ രാജ്യമെന്നും ഒരു സെക്യുലർ രാജ്യമെന്നും വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിൽ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ നിയമങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമസംഹിത ഉണ്ട്. വിവാഹം, വിവാഹമോചനം, ദത്തവകാശം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ സിവിൽ നിയമങ്ങളിൽ ആ മതങ്ങൾ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് സ്വീകരിക്കാം. എന്നാൽ ക്രിമിനൽ കേസുകളിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായിരിക്കും. ഇങ്ങനെ പറഞ്ഞു പോകുന്ന നിയമങ്ങളെ മാറ്റി എല്ലാവർക്കും തുല്യമായ നിയമസംഹിത ഉണ്ടാക്കുക എന്നതാണ് സിവിൽ കോഡ് കൊണ്ടുള്ള ലക്ഷ്യം. പ്രത്യക്ഷത്തിൽ ഇതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയുമില്ല. കാരണം ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് അവർക്ക് ആവശ്യമായ നിയമങ്ങൾ നൽകുക എന്നതിന് പകരം, പരിഷ്കൃത സമൂഹത്തിൽ മതനിയമങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പകരം എല്ലാവർക്കും തുല്യമായ ഒരു നിയമം നടപ്പിലാക്കുക ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം, വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിച്ചുകൊണ്ട്, വിവിധ സംസ്കാരങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഒറ്റ ദിശയിലൂടെ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ആശയത്തിന് വെല്ലുവിളിയാകുകയാണ് ഏക സിവിൽ കോഡ് നിയമം. കാരണം ഒരു മതം നിഷ്കർഷിക്കുന്ന നിയമം മാറ്റി മറ്റൊരു നിയമം ഈ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വേറൊരു മതത്തിന്റെ നിയമങ്ങളെ ഒളിച്ചു കടത്തുന്നത് പോലെയാണ്. കാലങ്ങളായി ഏക സിവിൽ കോഡ് എന്ന വിഷയം ഇന്ത്യയിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തുടർക്കഥയെന്നോണമായിരിക്കണം CAA, NRC പോലെയുള്ള ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് നടപ്പിലാക്കിയെങ്കിലും അതിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാകും ഏക സിവിൽ കോഡിന്റെയും വിധി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഇങ്ങനെ ഒരു നിയമസംഹിത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഡ്, ഒരു യൂണിഫോം സിവിൽ കോഡ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏക സിവിൽ കോഡ് എന്ന ആശയം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും അതിന്റെ പിന്നിലുള്ള ആശയം വളരെ വലുതാണ്. അത് മറ്റു മതന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിലും ആക്രമിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ തന്നെ അതിന്റെ എല്ലാ ചതിക്കുഴികളും, അതിന്റെ എല്ലാ കെണിവലകളും നാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പോരാടണം. ഏക സിവിൽ കോഡിന്റെ കാര്യങ്ങൾ, അത് നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ പുറത്തുവിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഏത് മതത്തോട് ചായ്വ് പ്രകടിപ്പിക്കുന്നു, ഏത് വിഭാഗത്തിന് ചായ്വ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് അധസ്ഥിത വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ മറ്റു ഉയർന്ന വിഭാഗക്കാർക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഏക സിവിൽ കോഡിൽ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും പുറത്തുവിടാത്ത സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ പരിതാപകരമാണ്. അങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ഏക സിവിൽ കോഡ് എന്നും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഏക സിവിൽ കോഡിന്റെ ദൂഷ്യഫലങ്ങൾ നാം പറയുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കുന്ന സ്വഭാവം ഇതുവരെ ഒരു നല്ല രീതിയിലാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഓരോ ജനവിഭാഗവും, ഓരോ മതന്യൂനപക്ഷവും, ഓരോ അധസ്ഥിത വിഭാഗവും, ഓരോ ദളിത വർഗങ്ങളും ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏക സിവിൽ കോഡിന്റെ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിന്റെ
പ്രവർത്തനം ഇന്ന് നടപ്പിലാക്കിയത് ഗോവയിൽ മാത്രമാണ്. ഗോവയിൽ പ്രത്യേകമായ ഒരു മതന്യൂനപക്ഷം ഇല്ല എന്നത് കാരണമായിരിക്കാം. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്ന ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്. ആ ഫാക്ടറുകളാണ് ഇന്ന് ഏക സിവിൽ കോഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പിടിച്ചു നിർത്തുന്നത്. ആ ഫാക്ടറുകളാണ് ഇന്ന് മതന്യൂനപക്ഷങ്ങളെയും അധസ്ഥിത വിഭാഗങ്ങളെയും സംരക്ഷിച്ച് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡിന്റെ ചതിക്കുഴിയിൽ വീഴാതെ ഏക സിവിൽ കോഡ് എന്താണെന്ന് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും രാജ്യം നന്നാകാനും പ്രത്യാശിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.